ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അനുഭവങ്ങൾ പാളിച്ചകളിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ കഥയാണ്. ഏകദേശം 50 ലക്ഷത്തോളം കടം കയറി നിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്. പലപ്പോഴും കൺസൾട്ടൻറ്റിൻ്റെ അടുത്തൊക്കെ സമീപിക്കുക കടം കയറി നിൽക്കുമ്പോഴും പ്രശ്നത്തിലാവുമ്പോഴും വേറെ ഒരു മാർഗവും ഒക്കെ ഇല്ലാണ്ടാവുമ്പോഴാണ്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തോ ഒരു മാജിക് സ്റ്റിക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അങ്ങ് വീശിക്കഴിഞ്ഞാൽ കടമില്ലാതാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ആക്ച്വലി. പക്ഷെ അങ്ങനെയല്ല. കൃത്യമായ ലോജിക്കോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാവുക. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ കടം കയറി നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും, വളരെയധികം ഇറിറ്റേറ്റഡ് ആയിരിക്കും, എല്ലാത്തിനെയും ബ്ലെയിം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഒരു പേപ്പർ പ്രൊഡക്ട്സ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റാണുള്ളത്. അദ്ദേഹത്തിന് പലതരത്തിലാണ് കടമൊക്കെ ഉണ്ടായി വന്നത്. അപ്പോൾ ഈ കടമുണ്ടാകാനുള്ള കാരണം അദ്ദേഹം തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലായ്മയാണെന്നും മാത്രമല്ല ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അദ്ദേഹം മോശമായതുകൊണ്ടാണെന്നുമൊക്കെ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കാനുള്ള ആദ്യത്തെ കാരണം. പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രൊജക്റ്റുകളും വരുമ്പോൾ നമ്മളത് ഏറ്റെടുക്കാറില്ല. അതിന് കാരണം ഓൾറെഡി ഫ്രസ്ട്രേറ്റഡായ, ഓൾറെഡി എല്ലാ ആളുകളെയും ബ്ലെയിം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ നമുക്ക് മാറ്റിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ചലഞ്ചസ് ഏറ്റെടുത്താൽ ഒരുപക്ഷെ നമുക്കത് മാറ്റിയെടുക്കാനും സാധിക്കില്ല. നമ്മളുടെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള സമയം അവർ കളയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു സേഫ്റ്റി പാർട്ട് നോക്കിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഏറ്റെടുക്കാതിരിക്കുകയാണ് പതിവ്. പക്ഷേ ഈ കേസിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവും ഇദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യവും ഒക്കെ കണ്ടപ്പോൾ നമുക്കിത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ കമ്പനി ഏറ്റെടുക്കുന്നത്. എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത ഒരു കാര്യം, അദ്ദേഹത്തിനൊരു ഡെറ്റുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് കടമായിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 30 ലക്ഷം രൂപ ബാങ്കിൽ നിന്നുള്ള വായ്പയും ഏകദേശം ഒരു 20 ലക്ഷം രൂപ മറ്റുള്ള പേഴ്സണലായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന്, വ്യക്തികളുടെ കയ്യിൽ നിന്നുള്ള തുകയും ഒക്കെയാണ്. ഈ ബാങ്കിൽ നിന്നുള്ള തുക തന്നെ ഏകദേശം 2-3 ബാങ്കുകളിൽ നിന്നായിട്ടാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിച്ചത്, പല ആളുകളും ചെയ്യാത്ത ഒരു കാര്യമാണ് ഡെറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന പരിപാടിയാണ്. ഏതെങ്കിലും ഒരു ബാങ്കിനോട് തന്നെ പോയി ഈ ഡെറ്റുകളെല്ലാം തന്നെ റീസ്ട്രക്ചർ ചെയ്ത് ഒരൊറ്റ ബാങ്കിലേക്ക് ആക്കി മാറ്റുകയും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് എടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായി ആളുകളെ ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഒരു പ്രൊജക്ട് പ്ലാനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിന് പല ആൾക്കാരും ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല. ചിലപ്പോൾ 2, 3, 4% ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടായെന്ന് വരാം. അപ്പോൾ തന്നെ നമുക്ക് എന്തായി ബർഡൻ ശരിക്കും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഡെറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോയി. അവിടെ വെച്ച് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒരല്പം കുറച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ മാസത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ബാധ്യത, EMI ബാധ്യത എന്ന് പറയുന്നത് ഒരല്പം കുറച്ചെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഈ ഡെറ്റുള്ള കമ്പനികളിൽ ഏറ്റവും കുറവ് എക്സ്പെൻസ് ആക്കുന്നതിനും ഏറ്റവും കൂടുതൽ ഇൻകം ആക്കുന്നതിനുള്ള വഴികളാണ് അന്വേഷിക്കുക. അപ്പം ഡെറ്റ് അല്ലെങ്കിൽ നമ്മുടെ EMI കുറയ്ക്കുന്നതിന് വേണ്ടി, എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ഏറ്റവും ആദ്യം ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെറ്റ് റീസ്ട്രക്ചറിങ് നമ്മൾ ആലോചിച്ചത്. ഇതുപോലെ തന്നെ ഡെറ്റ് റീഫൈനാൻസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഒരു ഡെറ്റ് റീസ്ട്രക്ചറിങ്ങിനാണ് പോയത്. അത്യാവശ്യം ഇത് നമ്മൾ ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സർവീസ് അല്ല, നമുക്കതിന് ഗൈഡൻസ് കൊടുക്കുകയും ആ ഓണർ തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് വർക്ക് ചെയ്യുകയും ചെയ്യണം. എന്നാലാണ് അതിന് പല ഏജൻറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അങ്ങനെ ഡെറ്റ് റീസ്ട്രക്ചറിങ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അവിടെ കോസ്റ്റ് നമുക്കൊരല്പം കുറയ്ക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ കാര്യം, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് യാതൊരു സംശയവും വേണ്ട, പ്രൊഡക്ഷൻ്റെ ഒപ്റ്റിമൈസേഷനാണ്. പ്രൊഡക്ഷൻ ലേഔട്ട് തന്നെ പ്രശ്നത്തിലായിരുന്നു. പ്രൊഡക്ഷനിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരുന്നില്ല. മാത്രമല്ല കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല, മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം 100 എണ്ണമാണെങ്കിൽ ആക്ച്വലി അവിടെ നമുക്ക് കിട്ടിയിരുന്നത് ഏകദേശം 55-60 എന്ന് പറഞ്ഞാൽ ഏകദേശം 60% മാത്രമാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരുന്നത്, എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ കിട്ടിയിരുന്നത്. അതിനെ നമുക്ക് കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്തപ്പോൾ ഏകദേശം 90% അടുത്തേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. 100 എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പ്രാക്ടിക്കലി, പക്ഷേ 90% അടുത്തേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. പല കാരണങ്ങളുണ്ട്. പല മെഷീൻസും കൃത്യമായ മെയിൻ്റനൻസ്, പീരിയോഡിക് മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പണിമുടക്കുണ്ടാക്കും, ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. അപ്പം പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഭയങ്കരമായ അനാസ്ഥ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമുക്ക് കുറച്ച് സമയവും ഒപ്പം തന്നെ നമുക്ക് പണവും ലാഭിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇവിടെ കോസ്റ്റ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പുറത്ത് പ്രൊഡക്ഷൻ്റെ സൈഡിലും നമ്മൾ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു.
മറ്റൊരു കാര്യം, അടുത്തത് ഇനി കോസ്റ്റ് ഓപ്റ്റിമൈസ് ചെയ്യാൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കംപ്ലീറ്റ് സ്കില്ലെടുത്തു, അവരുടെ സ്കിൽ ഗ്യാപ്പ് ഒന്ന് അനലൈസ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസിൽ ഒരു 20-30% എംപ്ലോയീസ് അവിടേക്ക് യാതൊരു കോൺട്രിബ്യൂഷനും തരാത്ത ആളുകളും കാര്യമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാത്തവരും ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരുമായിരുന്നു. അവരെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാതെ വേറെ തരമില്ല എന്ന് മനസ്സിലാക്കുകയും അവർ ടെർമിനേറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഫീൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ കോസ്റ്റ് ആക്ച്വലി ലാഭിക്കാനാണ് സാധിച്ചത്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഓർഗനൈസേഷനിലും യാതൊരു തരത്തിലും ഓർഗനൈസേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ അവരെങ്ങനെ ക്യാരി ചെയ്യുന്നുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ട്രിം ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ 3 ഭാഗങ്ങളിലൂടെയും നമുക്ക് അവിടെ കോസ്റ്റ് കുറച്ച് ലാഭിക്കാൻ സാധിച്ചു, എക്സ്പെൻസ് കുറച്ച് നമുക്ക് ലാഭിക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഇൻകം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കിയപ്പോൾ ലീഡ് കൺവർഷൻ, ലീഡുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് പലതരത്തിലുണ്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുമുണ്ട്. ഓഫ്ലൈനായിട്ടുള്ള ലീഡ് കൺവർഷൻ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. കാരണം ഏകദേശം നമുക്ക് 60% കൺവർഷൻ റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനായിട്ടുള്ള കൺവർഷൻ റേറ്റ് എന്ന് പറയുന്നത് 3% മാത്രമാണ്. അതായത് 100 ലീഡുകൾ വരുമ്പോൾ 3% ഇനി കൺവെർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായിരുന്നത്? ടെലികോളർ എന്നുള്ള രീതിയിൽ 2 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ലീഡുകൾ മാനേജ് ചെയ്യുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടി. ഇവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ യാതൊരു തരത്തിലുള്ള മോണിറ്ററിങ് സംവിധാനങ്ങളും അവിടെ വർക്ക് ചെയ്യുന്നില്ല. CRM ഒന്നും ഇല്ല. CRM വേണ്ട, ഒരു എക്സൽ ഷീറ്റിലെങ്കിലും എഴുതി വെക്കേണ്ട, അതില്ല. ഒരു ഡയറിയിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തുണ്ട് കടലാസിലൊക്കെയാണ് പലപ്പോഴും ഇത് കുത്തിക്കുറിച്ച് വയ്ക്കുന്നത്. എത്ര ലീഡ് വന്നെന്നോ അതിന് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകളേ ഇല്ല. അതിന് നമ്മൾ കൃത്യമാക്കാൻ തീരുമാനിച്ചു. CRM കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഒരു എക്സൽ ഷീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്, ഒരു ഗൂഗിൾ ഷീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്ത് അവരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ആരംഭിച്ചു. മോണിറ്റർ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റം, ഈ 2-3% നിന്ന് ഈ കൺവർഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 15% കൂടി. അതായത് 100 ലീഡുകൾ വരുമ്പോൾ 15 ലീഡുകൾ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അത് കൂടി എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായില്ല, എങ്കിലും അതിനെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അവിടെ ഒരു 60% കൺവർഷൻ ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്പേഴ്സ് ലെസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു 60% കൺവർഷനിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ പുതിയ ചില പ്രൊഡക്റ്റ് ലൈനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറച്ച് പ്രീമിയം കാറ്റഗറിയുള്ള പ്രൊഡക്റ്റ് ലൈനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനകത്ത് കുറച്ചുകൂടി മാർജിൻ കിട്ടുന്ന സംഭവമാണ്. കാരണം മറ്റുള്ള പേപ്പർ മാനുഫാക്ചേഴ്സ് ഒന്നും കൊടുക്കാത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്, കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളാണ്. അധികം മൂവ് ചെയ്യില്ല, പക്ഷേ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ മൂവ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് ഓർഡറും നമ്മൾ സംഘടിപ്പിച്ചു. കാരണം ഇത് കുറച്ച് അത് പിന്നീടുണ്ടായ സംഭവമാണ്. കുറച്ച് ഹൈപ്പർ മാർക്കറ്റുകളിൽ കണ്ടപ്പോൾ, കോഴിക്കോട് അടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു എൻക്വയറിയിൽ നിന്ന് നമുക്കൊരു എക്സ്പോർട്ട് ഓർഡർ കിട്ടി. കാരണം അത് പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം സ്യൂട്ടബിൾ ആയിരിക്കും. ആ രീതിയിൽ അവിടെ നിന്നൊരു ഓർഡർ കിട്ടുകയും ഏകദേശം ഒരു ഹാഫ് കണ്ടെയ്നറിൻ്റെ പ്രൊഡക്റ്റ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കൊടുത്തുവിടാൻ സാധിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ 50 ലക്ഷം കടമുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും പൈസ പല സ്ഥലങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ക്യാഷ് ഫ്ലോ ബെറ്റർ ആവുന്നുണ്ടെന്ന്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ കുറഞ്ഞു വന്നു. ഏകദേശം ഞങ്ങളിപ്പോൾ അത് കൺസൾട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 വർഷമാവുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കടമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഉള്ളതുപോലെ ഏകദേശം 3 രാജ്യങ്ങളിലേക്ക് അദ്ദേഹം ഈ പേപ്പർ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോക്കലിയും ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള, ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ 50 ലക്ഷം കടമുണ്ടായിരുന്ന ഒരു കമ്പനിയെ ലാഭത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കിക്ക് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ജോലിയുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സുകളിലൊന്നാണ്. കടം ഉണ്ടാകാം, കടം മാറ്റി തരുമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊന്നുമല്ല ഞാൻ ഇതുകൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. കടമുണ്ടെങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും കൃത്യമായിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങും പ്രാക്ടീസസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കടത്തിലാണെങ്കിൽ പോലും തിരിച്ചു വരാൻ സാധിക്കും. കാരണം ദ മാർക്കറ്റ് ഈസ് വൈഡ് ഓപ്പൺ. ഓൾ ദി ബെസ്റ്റ്.